ഇതൊരു ബർസാത്ത് സിൽക്ക് പറഞ്ഞ ഫാബ്രിക്കാ. യോക്കിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇക്കത്തിന്റെ പ്രിന്റ് ആണ് ഇത്. 3D എഫക്റ്റിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. യോക്കിൽ വെച്ചാൽ ഫുൾ ഹാൻഡ് വർക്ക്. ഈ ഒരു അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ആണ് 225 കളക്ഷൻ വരുന്നത്. ഫുൾ സ്റ്റോൺ വർക്ക് വരും വിത്ത് നെക്ക് ഡിസൈൻ. കസ്റ്റമർക്ക് യൂണിഫോം റിക്വയർമെന്റ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ കസ്റ്റമൈസ് യൂണിഫോം ചെയ്യും. XL to 4XL വരെ സൈസ് ഉണ്ട്. ഇതിന് വന്നത് കാഡ്ബറി സിൽക്ക് ടോപ്പ് ആൻഡ് ഗഡ്വാൾ സീക്വൻസ് ഷോൾ. ഇത് ഭാഗൽപൂർ ദുപ്പട്ട ആണ്. അപ്പോൾ നമ്മൾ കുറെ യോക്കിനെ നോക്കി. ഇത് വന്നത് ദാമൻ ഡിസൈൻ വരും. 295 കളക്ഷൻ ആണ് കേട്ടോ. ഇത് നമ്മളെ ഓൺ ബ്രാൻഡാണ്. റിങ്കിൾ വരുന്നത് ഫുൾ ഹക്കോബ വർക്ക് ഡിസൈൻ. ഹക്കോബയില് ബാട്ടിക്കിന്റെ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്ത് മാർക്കറ്റ് റോഡിലാണ് കേട്ടോ. അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിന്റെ ഒരു കടയിലേക്കാണ് നമ്മളിന്ന് പോണത്. വെറും 225 ആണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. അപ്പോൾ കടയുടെ പേര് അറിയണ്ടേ, മോഹൻ ക്യാഷ് ആൻഡ് ക്യാരി. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറി നോക്കിയാൽ എന്തൊക്കെ വെറൈറ്റി, അതുപോലെ ഷോളുകളുടെയും നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. വെറും 69 ആണ് കേട്ടോ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. പോയാലോ അകത്തേക്ക് വരും. മോഹൻ ക്യാഷ് ആൻഡ് ക്യാരീസിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഫുൾ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. കുറച്ച് ഓർക്കത്തിൽ പറയട്ടെ, എനർജിയില്. അപ്പൊ നമ്മുടെ ഇവിടെ എന്താ ഈ മോഹൻ ക്യാഷ് ആൻഡ് ക്യാരി മീൻസ് എന്താ, ക്യാഷ് കൊടുത്തിട്ട് ക്യാരി ചെയ്ത് ബാഗ് കൊണ്ടുപോവാം. അപ്പൊ പൈസ എന്തായാലും തരണം. ഓക്കെ, പൈസ തരുമ്പോ എന്ത് തരും? ചുടിദാറും മെറ്റീരിയൽ തരാന്ന്. അപ്പൊ ഇവിടെ എത്ര സ്റ്റാർട്ടിംഗ് റേറ്റ്? 225 സംതിങ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് കളക്ഷൻസ് കാണിച്ചു കൊടുത്താലോ. അപ്പൊ ഇത് എത്ര ഫ്ലോറായി ഇപ്പൊ ഈ നിൽക്കുന്നത്? 2 ഫ്ലോർ ആണ്. മൊത്തം അൺസ്റ്റിച്ചഡ്. അതുപോലെ തന്നെ ദുപ്പട്ടാസ് ഉണ്ട്, ബോട്ടം വെയർസ് ഉണ്ട്, സിഗരറ്റ് പാന്റ് ഉണ്ട്, ലൂസ് പാന്റ് ഉണ്ട്, പിന്നെ പാന്റ്സിന്റെ എന്നുവെച്ചാൽ ബോട്ടംസിന്റെ എല്ലാ ഐറ്റംസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ എവിടെന്നാ തുടങ്ങണ്ടേ? ഇവിടുന്ന് തുടങ്ങാം. അപ്പൊ ഇത് കാണുന്നത് ഫുൾ ബാക്കിൽ കാണുന്നത് മൊത്തം അൺസ്റ്റിച്ചഡ് തന്നെയാണ്. എടുത്തോ, അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. ഇത് ഞാൻ പിടിക്കാം. ഓക്കെ, ഇത് സോള്. ഇത് ദുപ്പട്ട വരുന്നത്. പിന്നെ ഇതിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് കേട്ടോ. ഇത് ഓപ്പൺ ഫുൾ ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ, ഫുൾ ഇടർന്ന് പോവാ, അതുകൊണ്ടാണ്. ഇത് എന്താ മെറ്റീരിയൽ വരുന്നേ? ഇത് സിമ്മർ സിൽക്ക്. അപ്പൊ ഇത് നമുക്ക് ടോപ്പിന്റെ പോർഷൻ, അതുപോലെ തന്നെ ബട്ടന്റെ ഡീറ്റെയിലിംഗ് ആണ് യോക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇത് വരുന്നത് ബോട്ടം. അതേപോലെ തന്നെ ഇതിന്റെ കൂടെ വരുന്നത് ദുപ്പട്ട വരുന്നത് ഇതാ ഷിമ്മറിന്റെ ദുപ്പട്ടയാണ് വരുന്നത്. ഇതിൽ 4 കളർ ഷെയ്ഡാണ് ഉള്ളത്. ഇപ്പൊ ഇത്രയും കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇത് 4 എടുക്കണം അല്ലേ? 4 എടുക്കണം. കാരണം ഇത് ഹോൾസെയിൽ ആണ്, ബൾക്ക് ടു ബൾക്ക് ആണ് എടുക്കേണ്ടത്. മൊത്തം അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. അത് കൂടാണ്ട് റെഡിമെയ്ഡ് കുർത്തീസും ഉണ്ട് ഇവിടെ. റെഡിമെയ്ഡ് കുർത്തീസ് ഉണ്ട്, അൺസ്റ്റിച്ചഡ് ഉണ്ട്, ഷോൾ ഉണ്ട്, ബോട്ടം വെയർ ഉണ്ട്, അങ്ങനെ എല്ലാം ലേഡീസിന്റെ ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഇനി അടുത്ത കളക്ഷൻസിലേക്ക് കടന്നാലോ? അടുത്തത് നോക്കാം നമുക്ക്. അടുത്തത് വരുന്നത് 295. അപ്പൊ നേരത്തെ നമ്മൾ കണ്ടത് 225. അതാണോ 225 കളക്ഷൻസ്? അടിപൊളി. അപ്പൊ ഞാൻ പറയാൻ വിട്ടുപോയി, ഈ ഒരു സംഭവമാണ് കേട്ടോ. ഈ ഒരു അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ആണ് 225 കളക്ഷൻ വരുന്നത് കേട്ടോ, അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. ഇനി അതിന്റെ അടുത്ത റേഞ്ച് വരുന്നത് 295 കളക്ഷൻ ആണ് കേട്ടോ. അപ്പൊ അവിടെ നിന്നാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് 225 തൊട്ട്. ദുപ്പട്ട വരുന്നത് നെറ്റിൽ, അതിൽ ഫുൾ ത്രെഡിന്റെ വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിൽ 4 ഷെയ്ഡ് വരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ബോട്ടം വെയർ. പിന്നെ 4 ഷെയ്ഡ് ഇതാ, 1 2 3 4 അങ്ങനെ ടോൺ ടു ടോൺ ആണ് കേട്ടോ ഇതിന്റെ കളേഴ്സ് വരുന്നത്, ത്രെഡിന്റെ കളേഴ്സ്. ഇനി അടുത്തത് കുറേ ഉണ്ട്. നമ്മൾ ഓരോരോ റേറ്റ് വൈസ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സും വരുന്നുണ്ടെന്ന്, കോൺട്രാസ്റ്റ് ആയിട്ട്. എന്താ ഇത് ഇതിന്റെ കളർ ചാർട്ട് നേരത്തെ കാണിച്ച ഇത് സെയിം റേറ്റാ? 295 ആ റേഞ്ച്. 295 ആ റേഞ്ചിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ, ടോൺ ടു ടോണിൽ. എൻ്റെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ വാട്സാപ്പിൽ വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇതാ, ഇതൊക്കെ സെയിം ആ ഒരു റേഞ്ചിൻ്റെ ഇപ്പോൾ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 225 ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. അത് എവിടെ വരയ്ക്ക് കയറി പോകുന്നുള്ളത് വിളിച്ച് ചോദിച്ചാൽ മതി, വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്ത് ചോദിച്ചാൽ മതി. ഇത്രയും കളർ ചാർട്ടുകൾ നോക്കുകയാണെങ്കിൽ 4 കളർ ചാർട്ടൊക്കെയാണ് വരുന്നത് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ബൾക്കായിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, അടുത്തത് വരുന്നത് നമുക്ക് ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് വലുതായിട്ട് കയറുമ്പോൾ നമുക്ക് കുറെ നല്ല നല്ല വെറൈറ്റീസ് ഇനിയും കാണാൻ കിടക്കുന്നുണ്ട്. റേഞ്ച് അപ്പോൾ ഇത്തിരി 10-20 രൂപ വെച്ചിട്ട് ഇങ്ങനെ കയറി പോകുന്ന കളക്ഷൻ. ഇത് സെൽഫ് പ്രിന്റിൽ തന്നെ വരുന്ന ഒരു കളക്ഷനാണ്. ഇതാണ് ഇതിന്റെ മെയിൻ ടോപ്പ് പോർഷൻ വരുന്നത്. അത് കൂടാണ്ട് ഇതിന്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ ആണ്. അതിന്റെ ദുപ്പട്ട വരുന്നത് ഇതാ, ഇതിൽ തന്നെ ഫുൾ സെയിം ഫാബ്രിക്കില് ടോപ്പിന്റെ
ഇതാ സെയിം ഫാബ്രിക്കിൽ തന്നെ ഇതിന്റെ ദുപ്പട്ടയാണ് വരുന്നത് കേട്ടോ. അങ്ങനെ കളർ ചാർട്ടാണ്. കുറച്ചുകൂടി ഉറക്കത്തിൽ പറയും. ബിരിയാണി മേടിച്ചെന്നില്ലേ ഉച്ചയ്ക്ക്? മുതലാളി ബിരിയാണി മേടിച്ചെന്നില്ലേ? മേടിച്ചെന്നു. അപ്പോൾ ഇത്തിരി കൂടി സൗണ്ട്. അപ്പോൾ അതാ ഇത്ര 4 കളർ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് നമുക്ക് കാണാം. ഇതിന്റെ ഇതാ ഇത് നേരത്തെ കണ്ടത് ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ് പോലെയായിരുന്നു. ഇതൊരു ഡാർക്ക് ഷെയ്ഡിലാണ് ഇത് വരുന്നത്. ഇത് അൺസ്റ്റിച്ചഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നിവർത്തി കാണിക്കാൻ പറ്റില്ല, റെഡിമെയ്ഡ് പോലെ. അപ്പോൾ ഇങ്ങനത്തെ പ്രിൻറ്റുകൾ കാര്യങ്ങളും മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനേ പറ്റുള്ളൂ കേട്ടോ. ഇതും ഡാർക്കിൽ വേറെ വേറെ പ്രിൻറ്റുകളൊക്കെ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. ഇതാ അങ്ങനെ. ഇനി അടുത്ത കളക്ഷൻസ് ഇതൊക്കെ നേരത്തെ കണ്ട അവർ. ഇനി വിചിത്രാല് അതെ വിചിത്ര സിൽക്കിൽ വിചിത്ര സിൽക്കിൽ ഇതിൻ്റെ 350 ബോട്ടം വെയർ. ഇതിൻ്റെ ടോപ്പ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടോപ്പ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. യോക്കിൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നത് സെൽഫാണ്. അതുപോലെ തന്നെ ദുപ്പട്ട ഓപ്പൺ ചെയ്ത് കാണിച്ചു തരൂ. ഇതിങ്ങനെ സെൽഫ് ടോൺ ടു ടോൺ ആണ് കേട്ടോ ത്രെഡ് വർക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ സ്വീക്വൻസ് വർക്കും വന്നിട്ടുണ്ട്. സെയിം ഇതാണ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട വിത്ത് ടോപ്പ് ബോട്ടം. അങ്ങനെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. ഇതിൻ്റെ കളർ ചാർട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇത്ര കളർ ചാർട്ട് വരുന്നുണ്ട്. 1, 2, 3 ഒക്കെ നല്ല നല്ല കളേഴ്സാണ് വരുന്നത്. അടുത്തത് ഇതൊക്കെ വിചിത്ര സിൽക്കിൽ പിന്നെ ഡിഫറെൻറ്റ് ഡിസൈൻസിൽ വരുന്നത്. ഇതൊക്കെ വിചിത്ര സിൽക്കിൽ തന്നെ ടോപ്പിൽ നമുക്ക് ഡിഫറെൻറ്റ് ഡിസൈൻസിൽ വരുന്നതാണ് കേട്ടോ. ഇത് ഒരെണ്ണം ഒന്ന് ഓപ്പൺ ചെയ്യാം നമുക്ക്. അതിൻ്റെ ഡിസൈൻ കാണാൻ യോക്കിൽ ഇങ്ങനെ ഡിഫറെൻറ്റ് ഡിസൈൻസ് ആയിരിക്കും. ഇതൊക്കെ വിചിത്ര സിൽക്ക് അതിൽ വരുന്ന കളക്ഷനാണ് കേട്ടോ. ഇതൊക്കെ വിചിത്ര സിൽക്കിൽ ടോപ്പിൽ ഡിഫറെൻറ്റ് വർക്ക്സ്. ഇതും വിചിത്ര സിൽക്കിൽ തന്നെ നടുക്കി കൂടെ വലിക്കണം, എന്നാലാണ് ഈ കടക്കാരുടെ രീതി. ടോപ്പിൽ ഇങ്ങനെ ഡിഫറെൻറ്റ് യോക്കിൽ ഇങ്ങനെ വർക്ക് ഡിഫറെൻ്റ് ആയിട്ട് വരും. മെറ്റീരിയൽ വരുമ്പോൾ ഒക്കെ വിചിത്ര സിൽക്കിൽ ഇതിന് ഇത്ര കളർ ചാർട്ട് വരുന്നുണ്ട്. സെൽഫ് ടു സെൽഫ് ഡിസൈൻ സെയിം കളറിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാതും വലിച്ചു കയറി കാണിക്കില്ല, ഒക്കെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കണമെങ്കിൽ വീഡിയോ കോൾ ചെയ്താൽ മതി. അപ്പോൾ അടുത്ത കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതെന്താ മെറ്റീരിയൽ പറഞ്ഞാൽ കാഡ്ബറി സിൽക്ക് മെറ്റീരിയലിൽ അതിൽ യോക്കിൽ നല്ല എംബ്രോയ്ഡറിയുടെ വർക്ക് സ്വീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ദുപ്പട്ട നെറ്റിൻ്റെ ദുപ്പട്ടയാണ് കേട്ടോ. ഇതാ ശരിക്കും തുറന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നോക്കണം, അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി അറിയുള്ളൂ. അതിൻ്റെ കൂടെ അതിൻ്റെ സെയിം ടോൺ ടു ടോണിൽ വരുന്ന ഒരു ദുപ്പട്ട. ടോൺ ടു ടോണായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, പക്ഷേ ഒരു ചെറിയ ഡാർക്ക്നെസ് ഇതിലുണ്ട് കേട്ടോ. അതിൽ സെയിം ത്രെഡ് വർക്കോട് കൂടിയിട്ട്. ഇതിൻ്റെ കളർ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ നല്ല നല്ല കളേഴ്സാണ്. ഒക്കെ ഇതിപ്പോൾ ലൈറ്റ് ഷെയ്ഡിലാണ് ഇത് വരുന്നത്. അതുകൂടാണ്ട് ഇതിൻ്റെ ഡാർക്ക് ഷെയ്ഡ് ആണെങ്കിൽ ഡാർക്ക് ചാർട്ടും വരുന്നുണ്ട്. ഇത് ഡാർക്ക് ചാർട്ടല്ലേ? സെയിം എംബ്രോയ്ഡറിയുടെ വർക്ക് തന്നെ. ഇതാ സെയിം നേരത്തെ കണ്ട എംബ്രോയ്ഡറിയുടെ വർക്ക്, അതിൻ്റെ ഫിനിഷിങ്ങും അതിൻ്റെ ഡിസൈൻസും ഒക്കെ സെയിം തന്നെയാണ് വരുന്നത്. അതിൻ്റെ കളർ ചാർട്ട് വരുന്നത് ഇത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത മെറ്റീരിയൽ കാണിക്കൂ. ഇത് എന്ത് മെറ്റീരിയലാ? എന്ത് മെറ്റീരിയൽ? സെയിം കാഡ്ബറി സിൽക്ക് തന്നെ. ഇതിന് ഷോൾ വന്നത് ഗഡ്വാൾ ഷോൾ. അതെ, ഒരു കാര്യം ചെയ്യാം, ഇതെടുത്തിട്ട് ഇങ്ങോട്ട് വയ്ക്കാം, അതായിരിക്കും ബെറ്റർ. ഓക്കെ, സെറ്റ് അല്ലേ? ഇതിന് വന്നത് കാഡ്ബറി സിൽക്ക് ടോപ്പ് ആൻഡ് ഗഡ്വാൾ സീക്വൻസ് ഷോൾ. ഓക്കെ, ഫുൾ ലെങ്ത് ഷോൾ ഉണ്ടാവും. ഷോൾ ഫുള്ളി ലെങ്ത്, ബോട്ടം ടോം എല്ലാം ഒരേ കളർ, സെയിം ടു സെയിം ടോൺ ടു ടോൺ കളർ വരുന്നത്. അതിൽ അടിപൊളി കളർ ഷെയ്ഡ്സ് ആണ്. ഇതാണ് ശരിക്കുള്ള ലുക്ക് വരുന്നത്. ഇതാണ് ശരിക്കുള്ള ലുക്ക് നമുക്ക് തയ്ച്ചു വരുമ്പോൾ ഇടണത്. അതിൻ്റെ കളർ ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിൽ 4 കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഇതിന് പിന്നെ ഡിഫറെന്റ് ഷെയ്ഡ്സ് ഡിസൈൻസും ഉണ്ട്. ഫ്രണ്ടിലത്തെ യോക്കിന്റെ ഡിസൈൻസ് മാറും, ചേഞ്ച് ആവും. അതിന്റെ ഡിസൈൻസ് ഇങ്ങനെ മാറി. സെയിം മെറ്റീരിയൽ വൈസ് നോക്കുമ്പോൾ കാഡ്ബറി സിൽക്ക് ആ മെറ്റീരിയലിൽ സെയിം യോക്കിൽ ഇങ്ങനെ ഡിഫറെന്റ് ത്രെഡ് വർക്ക്. മെറ്റീരിയലിലേക്ക് ഒരു കംപ്ലൈന്റ് വരത്തില്ല, റെഗുലർ ഉപയോഗിക്കാം, ഡെയിലി വെയറിനായാലും യൂസ് ചെയ്യാം. ബെസ്റ്റ് ഐറ്റം ആണ്. പിന്നെ എല്ലാവർക്കും ഇങ്ങനെ റെഡിമെയ്ഡ് ഇഷ്ടമാവാത്തവരുണ്ടാവും, അവർക്ക് തയ്ച്ചിട്ടണത് തന്നെ ഇഷ്ടമുള്ളവര് കുറേ പേരുണ്ടാവും. ഫ്രീഡം ആണ്. അതെ. അപ്പൊ ഇനി അടുത്തേക്ക് നോക്കാം. നെറ്റ് ദുപ്പട്ട. അതെന്താ ഈ 142 നിങ്ങളുടെ കോഡ് ഭാഷയാണോ? ഇത് നമ്മുടെ ഹോട്ട് കേക്ക് ഐറ്റം ആണ്. അതെ, സൂപ്പർ സെയിൽ ഐറ്റം, ഹോട്ട് കേക്ക് ഐറ്റം. ഇതിന് ടോപ്പ് വന്നത് കാഡ്ബറി സിൽക്ക് സെൽഫ് ഡിസൈൻ. പിന്നെ ഇതിന്റെ ദുപ്പട്ടയിൽ ഫുൾ ത്രെഡ് വർക്ക് നെറ്റ് ഫാബ്രിക്കിന് ഫുൾ ത്രെഡ് വർക്ക് ഉണ്ട്. അതെ, ഇത്രയ്ക്ക് ലെങ്ത്തിൽ വരുന്നുണ്ട്. അതിന്റെ കളേഴ്സ്
ഇത് ഇത്ര കളർ ഓപ്ഷൻസ് കേരള വരുന്നുണ്ട്. കളേഴ്സ് ആണ്. ഇനി ഇതൊക്കെ 4 ഒരുമിച്ച് എടുക്കണം കേട്ടോ, കാരണം ഇത് ഹോൾസെയിൽ ആണ്. ഒരു പീസ് 2 പീസായിട്ട് നമുക്ക് കിട്ടില്ല, 4 പീസായിട്ട് തന്നെ നമുക്ക് എടുക്കേണ്ടി വരും. അടുത്തത് അതിന്റെ കളർ ചാർട്ട്. കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടെന്ന്. സെയിം ഈ ഒരു കാഡ്ബറി സിൽക്കിൽ കളേഴ്സ്. ഇത് ഡാർക്ക് ചാർട്ടിൽ വരുന്നത്, ഇത് ലൈറ്റ് ചാർട്ടിൽ വരുന്നത്. അപ്പോൾ കളർ ഓപ്ഷൻസ് ഉണ്ട്. വീഡിയോ കോൾ ചെയ്യുമ്പോൾ വാട്സാപ്പിൽ വീഡിയോ കോൾ കംഫർട്ടബിൾ ആയിട്ട് ആ സമയത്ത്. അപ്പോൾ ഷോപ്പിന്റെ സമയം എത്ര മണി തൊട്ട് എത്ര മണി വരെ? മോർണിംഗ് 8:30 ടു ഈവനിങ് 7:30 വരെ. ആ ഒരു സമയത്ത് എപ്പോൾ ആണെങ്കിലും നമുക്ക് വീഡിയോ കോൾ ചെയ്യാം. 7:30 വിളിച്ചു കഴിഞ്ഞാൽ കളക്ഷൻസ് കാണാൻ പറ്റില്ല, പൂട്ടേണ്ട സമയം. സ്റ്റാഫ് ഉണ്ടാവും, ഷോർട്ടേജ് ആയിരിക്കും. അതെ, ഡേ ടൈമിനെ വിളിച്ചാൽ നമുക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ട്. അതെ. ഇതും അടുത്തത് തന്നെ യോക്കിൽ ഡിസൈൻ സെയിം കാഡ്ബറി സിൽക്ക് തന്നെ. യോക്കിൽ വർക്ക് ഇങ്ങനെ മാറി മാറി കിട്ടും. അതുപോലെ തന്നെ ചിലതിൽ ദുപ്പട്ട വരുമ്പോൾ ഷിഫോണിൻ്റെ ഉണ്ട്, ജോർജറ്റ് ഉണ്ട്, അതുപോലെ മറ്റേ നെറ്റിൻ്റെ ഉണ്ട്. പല മെറ്റീരിയലിലായിരിക്കും ദുപ്പട്ട വരുന്നത്. സിൽക്ക് ഷോൾ. ഇത് സിൽക്കിന്റെ ഷോളാണ്. നേരത്തെ കണ്ടത് നമ്മൾ നെറ്റിൻ്റെ വർക്ക് ആയിട്ടുള്ളതാണ്. അങ്ങനെ ഓരോരോ ഇത് വ്യത്യാസങ്ങൾ ഉണ്ടാവും ദുപ്പട്ടയിൽ കേട്ടോ. അപ്പോൾ അതിന്റെ കളർ ഓപ്ഷൻസ് ആണ് ഈ കാണുന്നത്. ഇതൊക്കെ അതിന്റെ കളർ ഓപ്ഷൻസ് ആണ് വരുന്നത് കേട്ടോ. പിന്നെ അടുത്തത് ഈ സെയിം നമ്മൾ കണ്ടതല്ലേ. ഇത് ലൈറ്റ് ഷെയ്ഡ് ആണെങ്കിൽ ഇത് വരുമ്പോൾ നമുക്ക് ഡാർക്ക് ചാർട്ടിൽ വരുന്നത്. ഇത് ഡാർക്ക് ചാർട്ടും അങ്ങനെ കളർ ഓപ്ഷൻ ഉണ്ടാവും. എല്ലാ ഐറ്റമിനും മിനിമം 12 കളർ ഉണ്ടാവും. ഓക്കെ. പിന്നെ വരുന്നത്, പിന്നെ അടുത്ത് വന്നത് നമുക്ക് ഇത് നോക്കാം. അടുത്ത കളക്ഷൻസ് അടുത്തത് ചന്ദേരി ജക്കാർഡ് തുണിയാണ്. ചന്ദേരി ജക്കാർഡ് എന്ന് പറയുമ്പോൾ അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് റേറ്റ് കൂടി വരും. നമ്മൾ സ്റ്റാർട്ടിംഗ് റേഞ്ച് ആണ് 225. ഫസ്റ്റ് ഏറ്റവും കാണിച്ചത് അതാണ് 225 റേഞ്ചിൻ്റെ വരുന്നത്. അപ്പോൾ പിന്നെയും ഇനി അടുത്തത് പാർട്ടി വെയറിലാണ് നമുക്ക് വരുന്നത്. പാർട്ടി വെയറിൽ എന്ന് പറയുമ്പോൾ ചന്ദേരി സിൽക്കിൽ ചെറിയ ചെറിയ ബൂട്ട വർക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ വീവിങ് ആണ്. പിന്നെ ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല. ജറിയുടെ വർക്കാണ് യോക്കിൽ വന്നിരിക്കുന്നത്. പിന്നെ അതിന്റെ ഷോൾ വന്നത് ഗഡ്വാൾ സീക്വൻസ് ഷോൾ ആണ്. ഫുൾ ലെങ്ത് ആണ്. ഫുൾ ലെങ്ത് വരുന്നുണ്ട്. അത് ടോൺ ടു ടോൺ ആണ് കേട്ടോ വരുന്നത്. സെയിം അതിന്റെ കളർ ഓപ്ഷൻ ടോൺ ടു ടോൺ അല്ലേ. കോൺട്രാസ്റ്റും ഉണ്ട് അല്ലേ. കോൺട്രാസ്റ്റും വരുന്നില്ലേ? കോൺട്രാസ്റ്റും വരും. ഇത് ഡിഫറെന്റ് ഷെയ്ഡ്സും ഡിഫറെന്റ് ഡിസൈൻസും ഉണ്ട്. നേരത്തെ കണ്ട ഇത് യോക്ക് വർക്കും ഉണ്ട്. നെക്ക് ഡിസൈൻ ചന്ദേരി സിൽക്ക് മെറ്റീരിയൽ സെയിം ഫാബ്രിക്കിൽ തന്നെ ഡിഫറെന്റ് യോക്കിൽ വർക്കിങ്ങിന് ഡിഫറൻസ് ഇങ്ങനെ വരുന്നത് കേട്ടോ. ഇനി ഈ അടുത്തത് നോക്കുകയാണെങ്കിൽ ഇത് സെമി ടെസർ ഫാബ്രിക് ആണ്. ഇത് ടോപ്പിന്റെ പോർഷൻ ആണ് വരുന്നത്. ഇതിലും ചെറിയ ചെറിയ ബൂട്ട വർക്കിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അത് കൂടാണ്ട് ഇതിന്റെ ബോട്ടം നോക്കുകയാണെങ്കിൽ സിൽക്കിന്റെ മെറ്റീരിയൽ ആണ്. പിന്നെ റിവേഴ്സ് ആയിട്ട് തയ്ക്കാം. ഇതിപ്പോ ചെസ്റ്റ് വേണമെങ്കിൽ ഇത് ദാമനാക്കാം. ഓ അങ്ങനെ വേണമെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാന്നല്ലേ. അങ്ങനെ അപ്പൊ യോക്കിൽ വേണമെങ്കിൽ നമുക്ക് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്യിപ്പിക്കാം. അടിയിൽ ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും അതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിന്റെ കളർ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇത്ര കളർ ഷെയ്ഡ്സ് ഇതിൽ വരുന്നുണ്ട്. ഇതൊക്കെ ഇതിന്റെ കളർ ഓപ്ഷൻസ് ആണ്. ഒക്കെ അൺസ്റ്റിച്ചഡ് കളർ ചാർട്ട്, ലൈറ്റ്, ഡസ്റ്റി ലൈറ്റ്, ഡാർക്ക്, അങ്ങനെ കളേഴ്സ് ചൂസ് ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. ഇത് ലൈറ്റ് ആകുമ്പോൾ ഒരു ഐറ്റമിന് മിനിമം ഒരു 12 കളേഴ്സ് ഉണ്ട്. എല്ലാത്തിലും ഉണ്ടാവും. അടുത്ത് വന്നത് ഇതൊന്നുകൂടി അടിപൊളിയാണ്. കളക്ഷൻ പറയും. റോസാപ്പൂ കളക്ഷൻ ആണ് കേട്ടോ. പറഞ്ഞതാ ഇത് റോസാപ്പൂ ഡിസൈൻ ആണ്. അവരിട്ട പേരാണോ? റോസാപ്പൂ ഡിസൈൻ കേട്ടോ. റോസാപ്പൂ ഡിസൈൻ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. ഇത് ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരോ ഡിസൈൻസ് കൂടുന്തോറും അതിനനുസരിച്ച് 5 രൂപ 10 രൂപ കൂടി ഇതിന് വെറൈറ്റി പറയുമ്പോൾ ഇതിന് വന്ന സെയിം ഫ്ലവർ ഷോളിനുണ്ട്. സെയിം ഫ്ലവർ തന്നെ ത്രെഡ് വർക്കിൽ ചെയ്തിട്ടുണ്ട് അല്ലേ. കണ്ടോ, നല്ല ഇതൊക്കെ തയ്ച്ചു വരുമ്പോഴാണ് കേട്ടോ അതിന്റെ നല്ല ലുക്ക്, നല്ല ഭംഗി വരുള്ളൂ. അതിന്റെ കളർ ഓപ്ഷൻസ് ഇതിന് നേരത്തെ പിടിച്ചതും കൂടാണ്ട് ഈ ഒരു കളേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഡാർക്ക് ചാർട്ടിലും അങ്ങനെ കളർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇത് നമ്മുടെ ശരിക്കുള്ള ലൊക്കേഷൻ എവിടെയാ ശരിക്കും വരേണ്ടത്? മാർക്കറ്റ് റോഡ് മലബാർ ഹൗസിന് അടുത്ത്. എറണാകുളത്ത് നമുക്ക് മേനക ബസ് സ്റ്റോപ്പിന്റെ അവിടെ നേരെ വരാം. മേനക ബസ് സ്റ്റോപ്പ് ഇറങ്ങിയിട്ട് നേരെ ബ്രോഡ്വേ കയറിയിട്ട് മലബാർ ഹൗസ് എത്തുമ്പോൾ തൊട്ടടുത്ത കടയാണ് മോഹൻ ക്യാഷ് ആൻഡ് ക്യാരി. അത് അടിപൊളി പേരായിട്ട് ക്യാഷ് ആൻഡ് ക്യാരി എന്ന് പറയുന്നത്. ക്യാഷ് ഇല്ലാത്തയാണെങ്കിൽ UPI പേയ്മെന്റും എടുക്കാം. ഗൂഗിൾ പേ ചെയ്താൽ അക്സെപ്റ്റ് ചെയ്യും. പൈസ തന്നു സാധനം കൊണ്ടോക്കോ. ഇത് വന്നത് ഓർഗൻജ കളക്ഷൻ ആണ്. ഓർഗൻജ ദുപ്പട്ട ഫുൾ വർക്ക്. യോക്കിന് ഇങ്ങനെ പാറ്റേൺ, നല്ല പാറ്റേൺ വരും. ഇത് കേട്ടോ
ഇത് അടിപൊളി. പിന്നെ ഒരു നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. യോക്കില് നല്ല ഭംഗിയുള്ള ആ ഒരു ബ്രൗൺ ഷെയ്ഡും ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഒരു വർക്ക്. ഇതിൽ കളർ ഓപ്ഷൻസ് 4 എണ്ണം. ഇതിന് 4 ലൈറ്റ് ചാർട്ട്, പിന്നെ ഡസ്റ്റി ഉണ്ട്, പിന്നെ ലൈറ്റിന് 2-3 കളർ ചാർട്ടും ഉണ്ട്. ഇതൊക്കെ അതിന്റെ കളേഴ്സ് ആണ് കേട്ടോ. ഇതാ നമുക്ക് വന്ന് നോക്കുകയാണെങ്കിൽ വന്ന് നോക്കാം ഡയറക്റ്റ് ഈസി ആയിട്ട്. പിന്നെ ഗൂഗിള് സെർച്ച് ചെയ്യണമെങ്കിൽ സെർച്ച് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് വാട്സപ്പിൽ പിന്നെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഗൈഡ് ചെയ്ത് കൊടുക്കില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ്. ഹോൾസെയിലാണ് കേട്ടോ മെയിനായിട്ട്. ഇപ്പോൾ റേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് പറയാൻ പറ്റുള്ളൂ. എല്ലാത്തിനും നമുക്ക് റേറ്റ് എടുത്ത് പറയാം. ക്വാളിറ്റി വൈസ് റേറ്റ് ഇൻക്രീസും ഡിക്രീസും. പിന്നെ ഇത് ഹോൾസെയിൽ ആയതുകൊണ്ട് നമുക്ക് റേറ്റ് എടുത്ത് പറയാനും പറ്റില്ല. കാരണം ഇത് സെയിൽ ചെയ്യാനുള്ളതല്ലേ, മാർജിൻ ഇട്ടിട്ട് വിൽക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് കേട്ടോ. അടുത്ത സിഫ്ലി കളക്ഷൻ. ഓ ഫുൾ വർക്ക് ആണല്ലേ. ഫ്രണ്ട് ഫുൾ വർക്ക് വരും. മേലെ ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ട്സും ഉണ്ട്. ഷോൾ വന്നത് ഫുൾ ഹെവി വർക്ക്. അതുപോലെ ദുപ്പട്ട നോക്ക്, ദുപ്പട്ടയിൽ ഫുൾ ഹെവി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. സാന്തൂൻ ബോട്ടം. അതുപോലെ ദുപ്പട്ടയിൽ ഫുൾ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെയും കളർ ചാർട്ട്. ഇത് 4 കളേഴ്സ്. പിന്നെ ലൈറ്റ് ചാർട്ടും ഉണ്ട്. ഇത് ഡാർക്ക് ഉണ്ടാവില്ല, ഓൺലി ലൈറ്റിന് ഡിഫറെന്റ് ഷെയ്ഡ്സ്. അത് പിന്നെ ഇന്ന് കണ്ടതാവില്ല, നമുക്ക് നാളെ കാണാം. എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യും. സ്റ്റോക്ക് ഐറ്റം അപ്ഡേറ്റ് ചെയ്യും, മാറിക്കൊണ്ടേയിരിക്കും. ഓർഗൻജ ദുപ്പട്ട, ഓർഗൻസയില് ത്രെഡ് വർക്ക്. അതുപോലെ തന്നെ ഇതിന്റെ ടോപ്പിന്റെ സിൽക്ക് ബേസ് തുണിയാണ്. ദുപ്പട്ട വന്നത് ഓർഗൻജ സെയിം കളർ സെയിം ഫാബ്രിക് ആണ്. ഇത് ഇട്ട് വരുമ്പോഴാട്ടോ അതിന്റെ ഒരു ചിലർക്ക് ദുപ്പട്ട തന്നെ വേണം, ചിലർക്ക് അൺസ്റ്റിച്ചഡ് തന്നെ തയ്ക്കണം. മെറ്റീരിയലിന് എല്ലാം ഫോക്കസ് ദുപ്പട്ട തന്നെയാണ്. ദുപ്പട്ട തന്നെ നമുക്ക് മാക്സിമം ക്രിയേഷൻ കൊടുക്കും. കസ്റ്റമർക്ക് ഈസി ആയിട്ട് സാധനം സെയിൽ ആവും. അതെ. അപ്പൊ അതിന്റെ കളർ ഓപ്ഷൻസ്, ഇതിന്റെ കളർ ഓപ്ഷൻ ലൈറ്റ് ചാർട്ട്, ഡസ്റ്റി ലൈറ്റ്, ഇത് ഡാർക്കും ലൈറ്റും, അങ്ങനെ പല കളേഴ്സിൽ അങ്ങനെ. അപ്പൊ അങ്ങനെ നമുക്ക് വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നത്തെ വരുന്ന കളക്ഷൻ പിന്നെ ഗോഡൌണും ഉണ്ട്. ഇവർക്ക് ഗോഡൌണിൽ ഇഷ്ടം പോലെ സാധനങ്ങൾ ഇരിക്കുന്ന സ്റ്റോക്ക് ആയിട്ട് വെയർ ഹൗസ് ഉണ്ട് അല്ലേ? ഫുൾ സ്റ്റോക്ക് നിറഞ്ഞിരിക്കുകയാണ്. ഇതൊരു ബർസാത്ത് സിൽക്ക് പറഞ്ഞ ഫാബ്രിക്കാ. ഇതിന് ദുപ്പട്ട വന്നത് കോട്ടാ ചെക്സ് ദുപ്പട്ട ആണ്. ബർസാത്ത് സിൽക്ക്. ബർസാത്ത് എന്ന് പറയുമ്പോൾ റെയിൻ ഡ്രോപ്സ്. ആ റെയിൻ ഡ്രോപ്സിന്റെ ദുപ്പട്ട വന്നത് കോട്ടാ ചെക്സിന് ദുപ്പട്ട. അതില് ഫുൾ ബോർഡർ വർക്ക്. ടോപ്പിന് മൾട്ടി കളർ എംബ്രോയിഡറി വർക്ക് ഉണ്ട്. കളറും അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു ഷെയ്ഡ് നല്ല അടിപൊളി. വന്നത് 12 കളർ ഉണ്ട്. ഇത്ര കളർ ഓപ്ഷൻസ് ഇതൊക്കെ അതിന്റെ കളർ ഓപ്ഷൻസ് ആണ്. പക്ഷെ കയ്യിലിരിക്കുന്നത് അടിപൊളിയാണ്. ഇങ്ങനെ നല്ല ഭംഗി, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ്. അതില് 1 സൈഡ് ആണ് ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു 1 സൈഡ് വർക്ക് എന്ന് പറയുന്നത് അടിപൊളി വർക്കാണ്. ഫുൾ 1 സൈഡുള്ളൂ, ഇപ്പുറത്തെ സൈഡ് വർക്കില്ല. നമുക്ക് ഈ ഒരു പോർഷനല്ല കൂടുതൽ കാണേണ്ടത്. കണ്ടോ, അടിപൊളി കളറാണ്. അപ്പൊ കളർ ചാർട്ട്. ഇനി വരുന്നത് ഹാൻഡ് വർക്കില് ബാന്തിനീരി ഉണ്ടല്ലോ ഇവിടെ. ബാന്തിനി ഉണ്ട്, ബാട്ടിക് പ്രിന്റ് ഉണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസ് ഉണ്ട്. അതുപോലെ വിചിത്രമാണ് ഹാൻഡ് വർക്ക് ഐറ്റം ആണ്. ഇനി വെറൈറ്റികൾ വരണല്ലോ. ഇതിന് കളർ ചാർട്ടും ഡിസൈൻ വേറെ വേറെ ഉണ്ടാവും. ഇത് ടോപ്പ് സിമ്പിൾ എംബ്രോയിഡറി വർക്ക്, ദുപ്പട്ട വന്നത് എംബ്രോയിഡറി വർക്ക്. ഇത് ഫുള്ളായിട്ട് ഞാൻ ഓപ്പൺ ചെയ്യണില്ല, കാരണം യോക്കിൽ മാത്രം ഈ ഒരു വർക്കാണ് വന്നിരിക്കുന്നത്. ബാക്കി ഓവറോൾ പ്ലെയിൻ ആണ്. പിന്നെ വരുന്ന ദുപ്പട്ട ഇത് ഫുൾ ത്രെഡ് വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിന്റെ കളർ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ കളേഴ്സ്. ഡാർക്ക് ചാർട്ട്, ഇതിന്റെ കളേഴ്സ്. റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഹോൾസെയിൽ റേറ്റിന് നമുക്ക് കിട്ടും കേട്ടോ. അതെന്തായാലും ഉറപ്പാണ്. ഇനിയിപ്പോ നിങ്ങൾ ബസ്സിനാ വരുന്നതെന്ന് വെച്ചാൽ മേനകയാണ് കേട്ടോ ബസ് സ്റ്റോപ്പിന്റെ പേര് വരുന്നത്. അവിടുന്ന് വന്നാൽ മതി. ട്രെയിനിലാണെങ്കിൽ നമുക്ക് എറണാകുളം സൗത്ത് നോർത്ത് ഇറങ്ങിയിട്ട് ഓട്ടോക്കാരനെ മലബാർ ഹൗസ് മാർക്കറ്റ് റോഡ് പറയാം. അത്രയും പറയാം. അപ്പൊ കടയുടെ മുന്നിൽ എത്തിച്ചു തരുന്നതായിരിക്കും. അടുത്ത കളക്ഷൻ എന്ന് പറയുന്നത് ഇത് ഫുൾ വർക്കിനെയാ. കുറെ പേർക്ക് യോക്ക് വർക്ക് ഇഷ്ടമില്ല, അവർക്ക് വേണ്ടിയിട്ട് ഇത് ഫുൾ വർക്ക്. അതിലും ഫുൾ വർക്ക് എന്ന് വെച്ചാൽ യോക്കിലും വർക്ക് അല്ല, ടോപ്പ് മൊത്തം വർക്കാണ്. അത് കൂടാണ്ട് ദുപ്പട്ടയിലും മൊത്തം വർക്കാണ് കേട്ടോ വരുന്നത്. അപ്പൊ ഇത് ബോട്ടം വരുന്നത് സെയിം ടോൺ ടു ടോൺ കളർ. ഇതിന് കളർ ചാർട്ട് ലൈറ്റും ഡസ്റ്റി ലൈറ്റും ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഫുൾ വർക്കിൽ വരുന്ന കളക്ഷൻ. കസ്റ്റമർക്ക് യൂണിഫോം റിക്വയർമെന്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ കസ്റ്റമൈസ് യൂണിഫോം ചെയ്യും.
ഓ സെയിം വർക്കിൽ തന്നെ സെയിം ഇൻ ഇതിൽ കേസ് മാരേജ് ഫംഗ്ഷൻ ആണെങ്കിൽ കസ്റ്റമർ ഇങ്ങനെ ഓർഡർ കൊടുക്കണം, അവന് ഹോൾസെയിൽ ക്വാണ്ടിറ്റി റിക്വയർമെന്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ സിംഗിൾ കളർ ആയിട്ട് റെഡി ആക്കി തരാം. അപ്പൊ മാനുഫാക്ചറിങ് ഉണ്ട്. ഉണ്ട്. അപ്പൊ ഇത് വിചിത്ര സിൽക്കിലാണ് കേട്ടോ ഇതില് വർക്ക് വന്നിരിക്കുന്നത്. അതിന് നമ്മുടെ ഡിമാൻഡ് അനുസരിച്ചിട്ട് വർക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഇവർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ യൂണിഫോം പോണത് കോട്ടണിനെയാണ്. ഇതാകുമ്പോൾ കോട്ടൺ ബാറ്റിക് പ്രിന്റ്, സെയിം കളർ മാച്ചിങ് വിത്ത് കോട്ടൺ ഷോളും. ഇത് എപ്പോഴും ഡിമാൻഡ് ഉള്ള ഒരു സമയം അല്ലേ? എത്ര കൊല്ലം മെയിൻ്റെനൻസ് ഫ്രീ ഐറ്റം ഒരു ടെൻഷനും മെഷീനിലിടാ, വാഷ് ചെയ്യുക, പിറ്റേ ദിവസം എടുത്താൽ അലക്കി ഇടാ തന്നെ, വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതിന്റെ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ ഫുൾ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടായിട്ട് മടക്കിക്കണതാണ് ഞാൻ. ചെറിയ സീക്വൻസ് വർക്കും ഉണ്ട്, ഗ്ലാസ് വർക്ക് വരുന്നുണ്ട്. ഇതിൽ വേറെ വേറെ ഡിസൈനും കളർ ചാർട്ടും കളേഴ്സ് ഒക്കെ ഇതിനൊക്കെ എല്ലാത്തിനും അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ നല്ല നല്ല, പിന്നെ കൂടുതൽ ഈ മറൂൺ, ബ്രൗൺ ആ കളേഴ്സ് ഒക്കെ ആയിരിക്കും കൂടുതൽ വരുന്നത്. ഇതൊക്കെ ഇതിന്റെ കളർ ഓപ്ഷൻസ് ആണ് കേട്ടോ. ഇത്രയും കളേഴ്സ് വരുന്നുണ്ട്. ദുപ്പട്ടൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ, പ്യുവർ കോട്ടൺ. കോട്ടണില് പിന്നെ അടുത്ത് വന്നത് ഇത് ഇക്കത്തിന്റെ പ്രിന്റ് വിത്ത് മൾട്ടി കളേഴ്സില് ചെറിയ ടൈ പാറ്റേൺ വിത്ത് ഗ്ലാസ് വർക്കും. ഇതിന്റെ ദുപ്പട്ട വന്നത് ഈ യോക്കിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇക്കത്തിന്റെ പ്രിന്റ് ആണ് ഇത് വന്നിരിക്കുന്നത്. യോക്കില് വർക്ക് മാത്രല്ല, ഇത് കോൺട്രാസ്റ്റ് ആണല്ലോ. പാന്റ് അല്ല, ഇത് ദുപ്പട്ടയാ. ഇത് ദുപ്പട്ട കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ പാന്റ് വരുന്നത് നമുക്ക് ഏത് കളർ ആയിരിക്കും? യെല്ലോ ഒക്കെ കോൺട്രാസ്റ്റ് ആണ്. അപ്പൊ ഇതിന് ഇക്കത്തിന്റെ നമുക്ക് നല്ല നല്ല ഷെയ്ഡുകളുണ്ട്. ബ്ലാക്കില് മെറൂൺ ഷെയ്ഡ്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഒക്കെ അടിപൊളി ഷെയ്ഡുകളാണ് കേട്ടോ. സിൽക്കില് പ്രിന്റഡ്, അതുപോലെ പാച്ച് വർക്ക്, ബ്ലോക്ക് പ്രിന്റ്, അതുപോലെ തന്നെ സൈഡിൽ ഇങ്ങനെ പാച്ച് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ആ സെയിം ടോപ്പിന്റെ ആ ഒരു തുണിയോട് കൂടിയിട്ട് തന്നെയാണ് ഒക്കെ ഇക്കത്തിന്റെ മോഡലായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പൊ അടിപൊളി ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട്. പിന്നെ വരുന്ന കളക്ഷൻ ഇനി നമുക്ക് അടുത്ത് നോക്കിയാലോ. അടുത്തത് ഫുൾ വർക്കാണ് കേട്ടോ വരുന്നത്. യോക്കിൽ മാത്രമല്ല, ഫുൾ വർക്കില് ഓർഗൻസ ദുപ്പട്ട, അതില് ഫുൾ വർക്കാണ് കേട്ടോ. ത്രെഡ് വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. ടോൺ ടു ടോൺ ഇതിന്റെ വന്നത് ഡിജിറ്റൽ പ്രിന്റ്. ഇത് വേറെയാണല്ലോ. ഇത് ഡിജിറ്റൽ പ്രിന്റ് എഡിഷൻ, വർക്ക് എഡിഷൻ. ഇതാകുമ്പോ നമുക്ക് ഇങ്ങനെ ത്രെഡ് വർക്കാണ് വരുന്നത്. ഇത് വരുമ്പോ ദുപ്പട്ടയിൽ ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ത്രെഡ് വർക്കും കൂടിയിട്ട് ഒരുമിച്ചായിട്ട് വരുന്നത്. അങ്ങനെ കളക്ഷൻസ് ഇതിന്റെ ഷെയ്ഡ്സുകൾ, ഇത്ര ഷെയ്ഡ്സുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തേക്ക് കിടക്കാം. നമുക്ക് വെറൈറ്റികൾ ഇഷ്ടംപോലെ ഉണ്ട്. അൺസ്റ്റിച്ചഡ് ആണെന്നുള്ളൂ ഫുൾ കളക്ഷൻസ്. അടിപൊളി കളർ, മൾട്ടി കളർ നെക്ക് വർക്ക് ഡിസൈൻ സിൽക്കിൽ കേട്ടോ. കണ്ടോ? പിന്നെ ടോൺ ടു ടോൺ ആണ്. ദുപ്പട്ട നമുക്ക് ഫുൾ ഹെവി വർക്കാണ് കേട്ടോ. സൈഡിൽ മൊത്തം വന്നിരിക്കുന്നത്. കളർ അടിപൊളി കളറാണ്. നല്ലൊരു ഗ്രീൻ കളർ, പിസ്ത ഗ്രീൻ അല്ലേ? പിസ്ത ഗ്രീനും അല്ല, ഏതോ ഒരു ഗ്രീൻ, പക്ഷെ ഗ്രീൻ ആണ്. ഗ്രീൻ എന്ന് പറയുമ്പോൾ കുറെ തരം ഗ്രീൻ ഉണ്ട്. അപ്പൊ ഇതും ഗ്രീൻ ആണ്, ഇതും ഗ്രീൻ ആണ്. അപ്പൊ ഗ്രീനിൽ കുറെ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെ കളർ ഏതെന്ന് വെച്ചാൽ അവര് പറയട്ടെ, കോമന്റ് സെക്ഷനിൽ പറയട്ടെ അവർ ഇത് ഏത് കളറാന്നുള്ളത്. അത് അവർക്ക് വിട്ടുകൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അൺസ്റ്റിച്ചഡ്, ഡാർക്കും അങ്ങനെ. ഇനി അടുത്ത് വന്നത് കോട്ടൺ. ഇത് നമ്മൾ ടോപ്പ് സെല്ലിംഗ് ഐറ്റമാണ്. ഇത് ഇപ്പോഴും റീസ്റ്റോക്ക്. ഇത് നല്ല ഡിമാൻഡ് ഐറ്റമാണ്. കോട്ടന്റെ ഫുൾ ഹക്കോബ വർക്ക് ഡിസൈൻ. ഹക്കോബയില് ബാട്ടിക്. അതില് ഫുൾ ദുപ്പട്ട വരുന്നത് മൽമലിന്റെ ദുപ്പട്ടയാണ് വരുന്നത്. കോട്ടൺ ദുപ്പട്ട ഇങ്ങനെ കേട്ടോ വരുന്നത്. അതിലും കളർ ഓപ്ഷൻസ്. ഇതിന് ലൈറ്റും ഡാർക്ക്, പിന്നെ ഇത് ടോൺ ടു ടോൺ മാച്ചിങ്. ഇതിന് ക്രീം കളറിന് എംബ്രോയിഡറി വർക്കും വരും. വർക്ക് അടിപൊളി കേട്ടോ. ഇതിന്റെ ഓരോരോ വർക്ക് അതൊരെണ്ണം ഞാൻ ആഗ്രഹിച്ചത് എടുത്ത് കാണിക്കണമെന്ന്. നല്ല വർക്ക്. ഷോൾ വന്നത് നല്ല വെറൈറ്റി ഷോളാ, ബ്രഷ് പ്രിന്റിന് ഷോളാ. ബ്രഷ് പെയിന്റ് ഷിഫോണിന്റെ ദുപ്പട്ട കേട്ടോ. ഇത് ഹക്കോബേര ടോപ്പാണ് വരുന്നത്. യോക്കിൽ നോക്കുകയാണെങ്കിൽ നല്ല വർക്കും അതുപോലെ സ്റ്റോണിന്റെ ഡീറ്റെയിലിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു ക്രീം ഷെയ്ഡിലാണ് ഹക്കോബേര വർക്കാണ്. ഇതിൽ ഫുൾ നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷന്റെ ഡിസൈൻസ് മാറിപ്പോകും. അങ്ങനെയാണ് നമുക്ക് 4 എണ്ണത്തിന്റെ ഒരു സെറ്റ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അടുത്തത് ഇത് വന്നത് ഏഞ്ചൽ സിൽക്ക് തുണിയാണ്. ഏഞ്ചൽ സിൽക്ക് തുണി. ഇത് ടോപ്പ്. ദുപ്പട്ട ഇതിന് വന്നത് ഫുൾ വർക്കാണ്.
ഫുൾ വർക്ക്, ഹെവി വർക്ക്. അത് ഫുൾ നമുക്ക് ആ ഒരു സിൽവറിന്റെ ത്രെഡ് വർക്ക് ഉള്ള ഗോൾഡൻ ആണോ സിൽവർ ആണോ ഫുൾ ഇങ്ങനെ ആകെ കൺഫ്യൂഷനിലാണ് നിൽക്കണത് കേട്ടോ. എന്തോ ഒരു ഇതൊരു സിൽവർ ആണോ റോസ് ഗോൾഡ് ആണോ എന്താണെന്ന് മനസ്സിലാവണില്ല. പക്ഷെ ഫുൾ ത്രെഡ് വർക്ക് സെറീനയാണ്. അതിന്റെ കളർ ഷെയ്ഡ്സ് കളർ ഉണ്ട്. അപ്പൊ ഈ 4 മാത്രം എടുത്താൽ മതിയില്ലേ നമുക്ക്? ഇങ്ങനെയല്ല, ഇപ്പൊ ഇത് ഒരു കളർ പാരഡി ആണ്, ഇങ്ങനെ കളർ സെറ്റ് ആയിട്ട് എടുക്കാം. അങ്ങനെ ഇപ്പൊ ഇത് 4 ഈ ഫുൾ 4 അങ്ങനെയല്ല എടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ സെറ്റ് ആയിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അൺസ്റ്റിച്ചഡിന്റെ വെറൈറ്റികൾ ഇഷ്ടം പോലെ. ഇത് വന്നത് പാർട്ടി വെയർ കളക്ഷൻ, ഫുൾ സ്റ്റോൺ വർക്ക്, പാർട്ടി വെയർ സിറോസ്കി ഡയമണ്ട്. ടോപ്പ് ഫുൾ സ്റ്റോൺ വർക്ക് വരും വിത്ത് നെക്ക് ഡിസൈൻ. ദുപ്പട്ട ഫുൾ റെയിൻ ഡ്രോപ്സ് പോലെ വർക്ക് ആയിരിക്കും. വർക്ക് അല്ലേ? ഇതാ ഫുൾ പാർട്ടി വെയർ കളക്ഷൻസ്, അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിന്റെ ഫുൾ പാർട്ടി വെയർ കളക്ഷൻസ്. ടോൺ ടു ടോൺ ആണ്. ദുപ്പട്ടയിലും ഫുൾ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റോണിൽ വർക്ക് വന്നിട്ടുണ്ട്, സ്റ്റോണിന്റെ വർക്ക്. ഇതിന് കളർ ചാർട്ട് ഡാർക്ക്, പിന്നെ ഡസ്റ്റി ലൈറ്റ് ഷെയ്ഡ്സും ഡാർക്ക് ഷെയ്ഡ്സും. അതും ഫുൾ. ഇപ്പൊ ഇത് നമുക്ക് ഒരു വൈറ്റ് ഷെയ്ഡിന്റെ സ്റ്റോൺ ആണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഗോൾഡന്റെ 2 സ്റ്റോണിന്റെ ഓപ്ഷൻസ് ഉണ്ട്. ഏത് സ്റ്റോൺ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ 2 കളർ ഓപ്ഷൻസ് ഉണ്ട് സ്റ്റോണിൽ. പിന്നെ ഇത് വന്നത് ബാട്ടിക്കിന്. ഇത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. നമ്മൾ എപ്പോഴും പോകുമ്പോൾ കോട്ടനെയാണ് കിട്ടുന്നത്. ഇത് ടോപ്പ് വന്നത് റിയോണെയാണ്. റിയോൺ തുണി, കോട്ടൺ മൽ ദുപ്പട്ട. ഓക്കെ, നല്ല വെയിറ്റ് ഐറ്റമാണ്. നല്ല നല്ല വെയിറ്റ് ഇല്ല. ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഈ ടോപ്പ് ഹെവി ക്വാളിറ്റി ആണ്. ഇത് ഹെവി ക്വാളിറ്റി അല്ലേ? നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇട്ടാ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ നല്ല കംഫർട്ടബിൾ ഉണ്ടാവും. സോഫ്റ്റ്നെസ് ഉണ്ട്. ഫാബ്രിക്കിന് നല്ല സോഫ്റ്റ്. ഇത് ഭയങ്കര സോഫ്റ്റ് ഫാബ്രിക് ആണ് കേട്ടോ ഇത് വരുന്നത്. ഈ സിംഗിൾ കളർ ചാർട്ട് വരും. അതുപോലെ ഇത് ദുപ്പട്ടയിലും അത്യാവശ്യം ഫുൾ ഇതില് മൽമലിന്റെ ദുപ്പട്ടയാണ്. വർക്ക് നമ്മൾ വാഷ് ചെയ്യുന്നതോറും ഇത് കൂടുള്ളൂ ഇതിന്റെ ക്വാളിറ്റി. നല്ല ക്വാളിറ്റി ആയിരിക്കും, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ അത്. ഇതാ ഇനി അടുത്തതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ടിഷ്യൂ ഫാബ്രിക് കോൺട്രാസ്റ്റ് ആണ്. ടിഷ്യൂ ടോപ്പ്, ഓർഗൻജ ദുപ്പട്ട വിത്ത് ഫുൾ വർക്ക്. ടോപ്പിന് യോക്ക് ഡിസൈൻ വരും. ഇതിന് കോൺട്രാസ്റ്റ് കളർ. ഇപ്പൊ യോക്കിന്റെ വർക്കും നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ കളർ ഓപ്ഷൻസ് ആണ്. കളർ ചാർട്ട് വന്നത് പേസ്റ്റൽ കളേഴ്സ് ആണ്. ഓക്കെ അല്ലേ? ഒക്കെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടസ് ആണ് കേട്ടോ എല്ലാത്തിനും വരുന്നത്. പിന്നെയും അടുത്തതും ഷിമ്മർ കളക്ഷൻ. ഷിമ്മർ ഇതിന് ഷിമ്മർ പറയും. ഒരു ഗ്ലേസിംഗ് ഉണ്ട്, ഫാബ്രിക്കിന് ഒരു ഗ്ലേസിംഗ് ഉണ്ട്. അത് പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഷിമ്മറിന്റെ കളക്ഷൻസ് ആണ്. പിന്നെ ഇതിന് ദുപ്പട്ട ഫുൾ വർക്ക്. നമ്മൾ കുറെ യോക്കിനെ നോക്കി. ഇത് വന്നത് ദാമൻ ഡിസൈൻ വരും. ദാമല്ല, യോക്കിൽ വർക്കില്ല. അതിന് പകരം അടിയിലത്തെ പോർഷനിലാണ് വർക്ക്. ഫുൾ ഇങ്ങനെ ബൂട്ടി വർക്ക്. ചെറിയ ചെറിയ ബൂട്ടര വർക്ക്, അടിയിൽ വർക്ക്. അതുപോലെ തന്നെ ദുപ്പട്ടര വൺ സൈഡിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ടോൺ ടു ടോൺ ആണ് വരുന്നത്. ഷിമ്മറിന്റെ കളക്ഷൻ ആണ്, പാർട്ടി വെയർ കളക്ഷൻ. ഡിസൈൻ ചേഞ്ച് ആവും. കളർ ചാർട്ട് സെയിം തന്നെ. ഡിസൈൻ മൾട്ടിപ്പിൾസ് ഡിസൈൻ. ഓക്കെ, ഇവിടുത്തെ ഡിസൈൻസ് ചേഞ്ച്. ഓക്കെ, ഷിമ്മറിന്റെ കളക്ഷൻസിൽ വരുന്നത് കേട്ടോ. പിന്നെയും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അടുത്ത കളക്ഷൻ ഷിമ്മർ. ഇത് ഷിമ്മർ തന്നെയാന്ന് തോന്നുന്നു. അല്ല, ഷിമ്മർ ഇല്ല. സിൽക്ക് ബേസ് ഫാബ്രിക് ആണ്. ഇതിന് വന്നത് മൾട്ടി കളർ ബൂട്ട നോക്കിയാൽ കറക്റ്റ് ആയിട്ട് ആ ഒരു 3 കളർ ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. 3 കളർ ഓപ്ഷൻസ്. പിന്നെ ബോട്ടം ഷോൾ എല്ലാം ഒരേ കളർ, ടോൺ ടു ടോൺ ഫാബ്രിക്. ഇതിന് കളർ ചാർട്ട് ലൈറ്റും ഡാർക്കും ഉണ്ട്. ദുപ്പട്ട ഫുൾ വർക്കില്. അതുപോലെ തന്നെ ടോൺ. അതായത് ഈ കളേഴ്സ് ഒക്കെ നല്ല അടിപൊളി കളേഴ്സ് ആണ്. നല്ല ബ്ലൂവും അതുപോലെ ഈ ഒരു കളർ ഷെയ്ഡ് നല്ല കളേഴ്സ് ആണ് കേട്ടോ ഇത് വരുന്നത്. ഇതിൽ വർക്കും വന്നിട്ടുണ്ട്. ആ ഒരു വർക്ക് തന്നെ നമുക്ക് ആ ഒരു ടോപ്പിലും വന്നിട്ടുണ്ട്. ഇനി അടുത്ത കളക്ഷൻ നോക്കുകയാണെങ്കിൽ നല്ല വെറൈറ്റീസ് ഉണ്ട്. പാർട്ടി വെയർ കളക്ഷൻസിലൊക്കെ ഇനി വെറൈറ്റീസ് ഇനി വരാൻ കിടക്കുന്നുള്ളൂ. ഇതാകുമ്പോൾ യോക്ക്, സിമ്പിൾ യോക്ക് വർക്ക്. പക്ഷേ ഇതിന് ദുപ്പട്ട നല്ല ഹെവി പ്രിന്റഡ് ദുപ്പട്ട ആണ്. സൈഡിന് നല്ല കസവൊക്കെ വന്നിട്ടുണ്ടോ? അതാ യോക്കിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദുപ്പട്ടയാണ് കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്യാനുള്ളത് കേട്ടോ. കണ്ടോ, നല്ല പൂക്കളൊക്കെ ആയിട്ടുള്ള നല്ല വെറൈറ്റി. ഇതിൽ സൈഡിൽ ഇങ്ങനെ ഒരു ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട് അല്ലേ? ഇതിന്റെ കസവാണ് കേട്ടോ. ഇത് ഈ കാണുന്നത് മൊത്തം കസവാണ് കേട്ടോ. വാഷ് ചെയ്താൽ അങ്ങനെ പോവാനൊരു ചാൻസ് ഇല്ല. ഇതിന്റെ കളർ ഓപ്ഷൻ ഇത്. ഓക്കെ, പിന്നെ വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ളത് മൾട്ടി കളർ ബൂട്ട വിത്ത് ഡിജിറ്റൽ പ്രിന്റ് ഷോൾ. ഡിജിറ്റൽ പ്രിന്റ് കുറച്ച് ഡിമാൻഡ് കൂടുതലാണ്.
ഇതൊക്കെ ഡിജിറ്റൽ പ്രിന്റിലാണ് കേട്ടോ. സൈഡിൽ ആ ഒരു കസുവിന്റെ വർക്ക് തന്നെ, അതുപോലെ തന്നെ ഇതാണ് നല്ല വലുപ്പുണ്ട്. ഇതിന്റെ കളർ ഡിസൈനും. പിന്നെ ഇത് ഒരു ടിഷ്യൂ മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നു. ഇത് ടിഷ്യൂ ഫാബ്രിക്സ്. ഇതാകുമ്പോ ഒരു ഗ്ലേസിംഗ് ഉണ്ട്, സിൽക്കിന്റെ തന്നെയാണ്. ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോ നല്ല ഗ്ലേസിംഗ് കൂടുതൽ പോലെ തോന്നുന്നുണ്ട്. ഈ കളർ ചാർട്ടിനെ കുറിച്ച് ഡിഫറെന്റ് ഫീൽ ആവും. ഡബിൾ സെയിം ആണ്, പക്ഷെ കളർ ചാർട്ട് ആവുമ്പോൾ ചെറിയ ഡാർക്ക് ആവുമ്പോ ഒരു ശരിക്കും ആ ഷിമ്മറി കുറച്ച് എടുത്ത് കാണിക്കും കേട്ടോ. അതാണ് വ്യത്യാസം പറയണത്. ഒരു ഗോൾഡ് മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ്. യോക്കില് വർക്ക് കണ്ടോ, ഇതിന്റെ ത്രെഡ് വർക്കും അതുപോലെ തന്നെ ആ ഒരു സീക്വൻസ് വർക്ക് എല്ലാം കൂടി പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ വരുന്ന കളക്ഷൻ കിട്ടും. എല്ലാത്തിനും ലെങ്ത് തയ്ച്ചു കഴിഞ്ഞിട്ട് നല്ല ലെങ്ത് ഒക്കെ കിട്ടും. ഇത് ദുപ്പട്ട വരുന്നത് ഇത് ടോൺ ടു ടോൺ ആണ്. ഇതിന് സെൽഫ് ബൂട്ടാ വരും. ടോൺ ടു ടോണില് ഇതിന്റെ കളർ ഓപ്ഷൻസ്. ഇത് ഒക്കെ പാർട്ടി വെയറിലും ഉണ്ട്, സിമ്പിൾ വേണം സിമ്പിൾ ഉണ്ട്, ഡെയിലി വെയർ വേണമെങ്കിൽ ഡെയിലി വെയർ ഉണ്ട്. സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 225 ആണ്. ഇതൊരു സ്പെഷ്യൽ ഫാബ്രിക് ആണ്. ഇതിന് ഇതുവരെ പേര് പറഞ്ഞിട്ടില്ല, കമ്പനി പറഞ്ഞിട്ടില്ല. ജിമ്മിച്ചു ഫാബ്രിക് എന്തുവേണമെങ്കിലും പറയാം. പേര് ഇതുവരെ കമ്പനിക്കാർ തന്നെ ഇട്ടിട്ടില്ല. പക്ഷെ എന്തായാലും നല്ല ഫാബ്രിക്, നല്ല ഗ്ലേസിംഗ് ഉണ്ട്. പാർട്ടി വെയർ ആയിട്ട് നന്നായി ഉപയോഗിക്കാം. പാർട്ടി വെയറിലൊക്കെ പെടുത്താം. ഇപ്പൊ ഞാൻ ഇട്ട ടൈപ്പ് ഫാബ്രിക്കിലൊക്കെ വേണമെങ്കിൽ പെടുത്താല്ലേ. ഞാൻ ജിമ്മിച്ചു ഫാബ്രിക്കിന്റെ കുർത്തിയാണ് ഇട്ടിരിക്കുന്നത്. ചൈനീസ് ഒരു ഫാബ്രിക്കിൽ കൂട്ടോ. അതിന്റെ കളർ ചാർട്ട് ഡസ്റ്റി ലൈറ്റും ഡാർക്ക് ഷെയ്ഡും ഒക്കെ ഉണ്ട്. എല്ലാത്തിലും യോക്കില് വർക്ക്, എംബ്രോയിഡറി വർക്ക് കേട്ടോ. അങ്ങനെ ഇപ്പോ ഇത് നോക്കാം. കുറച്ച് ജോർജറ്റിന്. ഇതാണ് ജോർജറ്റിന് ഇപ്പോൾ ഒരു ട്രെൻഡി ഐറ്റം. ജോർജറ്റില് ഇതാ ജോർജറ്റില് ഇങ്ങനെ നമുക്ക് യോക്കില് വർക്ക് വരുന്നുണ്ട്. സിമ്പിൾ, പക്ഷെ ഇതിന് ദുപ്പട്ടാണ് സ്പെഷ്യൽ. ദുപ്പട്ടില് ഫുൾ വർക്ക് അല്ലേ? ഫുൾ വർക്ക്. ജോർജറ്റ് ജക്കാർഡ് ദുപ്പട്ടാണ്. ഇത് ശരിക്കും ഒരു 3D ഫീലിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു 3D ഫീലിംഗ് പോലെ ഫീൽ ചെയ്യും. ദുപ്പട്ട ഭയങ്കര ഡിഫറെന്റ് ആണ്. ജക്കാർഡിന്റെ ദുപ്പട്ട ഫുൾ ലെങ്ത് ഉണ്ട്. 3D ദുപ്പട്ടയുടെ ഒരു ഫീലിംഗ് നമുക്ക് ഇതിൽ കിട്ടും. അത്യാവശ്യം ലെങ്ത്തും വിഡ്ത്തും ഒക്കെ വരുന്നുണ്ട്. അടിപൊളി. ദുപ്പട്ടയ്ക്ക് കൊടുക്കണം നമുക്ക് നല്ലൊരു കാശ് ഇതിന് ദുപ്പട്ട നല്ല കോസ്റ്റ്ലി ദുപ്പട്ടാണ്. ഇതിന് കളർ ചാർട്ട് വന്നത് ഇതാണ്. സ്പെഷ്യൽ കളേഴ്സ് വരുള്ളൂ. ഇത്ര കളർ ഓപ്ഷൻസ് വരുന്നുണ്ടല്ലേ. ഓക്കെ. അടുത്ത ഇത് ജോർജറ്റ് തന്നെ, സിമ്പിൾ നെക്ക് വർക്ക്. നെക്കില് വർക്ക് തന്നെയല്ല, അതുപോലെ തന്നെ ദുപ്പട്ടയിലും നല്ല ബോർഡർ, ഹെവി ബോർഡർ വർക്ക് ഉണ്ട്. വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു 1 സൈഡ് ഇങ്ങനെ ബോർഡറിൽ സെയിം ആ ഒരു വർക്കിന്റെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഡാർക്ക് ഷെയ്ഡിലും വരുന്നുണ്ട്, ലൈറ്റ് ഷെയ്ഡിലും വരുന്നുണ്ട്. ഇങ്ങനെ കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു വീഡിയോയില് നമുക്ക് ഇത് ജോർജറ്റ് വന്നത് എല്ലാം വിത്ത് ലൈനിങ് ആണ്. എല്ലാം വിത്ത് ലൈനിങ് അതിന്റെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ വരുന്നത് ബാട്ടിക്കിന്റെ തന്നെ. ബാട്ടിക്കിന് ഇതിന് നമുക്ക് ജോർജറ്റ് പ്യൂർ ജോർജറ്റ് പറയാം. നമ്മൾ നേരത്തെ കണ്ടത് കോട്ടൺ ആയിരുന്നു. ഇത് ബാട്ടിക്കില് ജോർജറ്റിൽ വരുന്നത് കേട്ടോ. പ്യൂർ ജോർജറ്റ് ജോർജറ്റ് ടോപ്പും ജോർജറ്റ് പാന്റും ഉണ്ട്. വന്നത് ദുപ്പട്ട നല്ല വർക്കാണ്. ഇത് മെറ്റീരിയൽ വെച്ച് നോക്കുമ്പോഴും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. ഇതിൽ കളർ ഓപ്ഷൻസ് വരുമ്പോൾ ബ്ലാക്ക്, മെറൂൺ, നല്ല നല്ല ഷെയ്ഡാണ്. റെഡ്, ബ്ലാക്ക്, മെറൂൺ. പിന്നെ ഇതിൽ വരുമ്പോൾ നമുക്ക് നല്ലൊരു ഡസ്റ്റി ഷെയ്ഡ്, പേസ്റ്റൽ ഷെയ്ഡ്സ് ആയിട്ട് വരുന്നത് കേട്ടോ. നല്ല ഷെയ്ഡുകളാണ് ഇതൊക്കെ. ജോർജറ്റിന്റെ പ്യുവറിൽ വരുന്നതാണ് കേട്ടോ ബാട്ടിക്കിന്റെ പ്രിന്റ്. അടിപൊളി. ഇത് വന്നത് ഹാൻഡ് വർക്കാണ്. കളർ അടിപൊളി കേട്ടോ. നല്ല ഷെയ്ഡാണ്. പിന്നെ ഷിമ്മറി ഉണ്ട്. അതുപോലെ തന്നെ യോക്കില് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു കട്ട് ബീഡ് വർക്കും അതുപോലെ തന്നെ ബീഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കളർ ഓപ്ഷൻസ് ആണ് ഈ കാണുന്നത്. പിന്നെ ഈ ഒരു തുണി കുറച്ച് ഗ്ലേസിങ് കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു തുണി ജസ്റ്റ് ഒന്ന് നോക്കിയൊക്കെ നല്ല ഗ്ലേസിങ്ങും ഉണ്ട് കേട്ടോ. ഇതിന്റെ ഷിമ്മറി ഒരു മെറ്റീരിയൽ ആണ്. ഇതിൽ കളർ ഓപ്ഷൻസ് എന്ന് പറയാനായിട്ട് ഇപ്പൊ ഇത്ര കളർ ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് കൂടാണ്ട് ഇനി ഇവിടെ ഈ ഗണപതി ശ്രീ ഗണേഷ് അങ്ങനെ ഗണപതി അങ്ങനെ സംഭവങ്ങളൊക്കെ കണ്ടത് എന്ത് സംഭവം? ഇത് ഒരു പ്യൂർ കോട്ടൺ ഫാബ്രിക് ആണ്. ഇതിന് കോട്ടൺ നന്നായിട്ട് നിൽക്കും മെറ്റീരിയൽ. ഇത് സൂര്യജ്യോതി ഉണ്ട്, ശ്രീ ഗണേശും ഉണ്ട്, പിന്നെ ഗണപതി ഉണ്ട്. ഇതിന് നമ്മൾ കയ്യിൽ എപ്പോഴും ലേറ്റസ്റ്റ് കളക്ഷൻ ഉണ്ടാവും. ഇതിന് കാറ്റലോഗ് വരും. വിത്ത് കാറ്റലോഗ് അല്ലേ? ഇത് ബ്രാൻഡഡ് ആണല്ലേ? റെഗുലർ യൂസിന് വേണ്ടി ബെസ്റ്റ് കോട്ടൺ ആണ്. ഇതിന് ഡിഫറെന്റ് കളർ
ശ്രീ ഗണപതിയുടെ അല്ലേ? ശ്രീ ഗണപതി, അല്ല, ശ്രീ ഗണേഷ്, സൂര്യ. ഓക്കെ. ഇതിൽ ഇങ്ങനെയായിരിക്കും പാക്കിംഗ് വരാം. പിന്നെ ഈ പാക്കിങ്ങിന്റെ കൂടെ നമുക്ക് ഹാങ്കറും കൂടി അത് അവൈലബിൾ? അത് അവൈലബിൾ ചെയ്യാം. നമുക്കിപ്പോൾ ഇൻ കേസ് കസ്റ്റമർക്ക് ഇങ്ങനത്തെ പാക്കിംഗ് ഇഷ്ടമില്ലാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പാക്കിംഗ് സെറ്റപ്പ് ആക്കാം. ഓക്കെ ഓക്കെ. ഇത് നമുക്ക് കസ്റ്റമർ സെലക്ഷൻ ആക്കിയിട്ട് പിന്നെ ഇങ്ങനത്തെ പാക്കിംഗ് നമ്മൾ നെക്സ്റ്റ് ഡേ സാധനം ഡിസ്പാച്ച് ചെയ്യാം. ഓക്കെ. ഇതൊക്കെ പാക്കിംഗ്, ഈ ഹാങ്കർ പാക്കിംഗ് ഒക്കെ കമ്പനിയുടെ അല്ലെങ്കിൽ ഇല്ല നമ്മൾ ചെയ്തു തരും. നിങ്ങളാണ് ചെയ്തു തരുന്നത് അല്ലേ? ഓക്കെ. ഇത് അപ്പൊ ഡെയിലി വരുന്നൊക്കെ നല്ല മെറ്റീരിയൽ ആണ് അല്ലേ? ബ്രാൻഡഡ് ഐറ്റം ആണ് കേട്ടോ. അത് കൂടാണ്ട് ഇവിടെ അൺസ്റ്റിച്ചഡിന്റെ നല്ല നല്ല ബ്രാൻഡഡ് വെറൈറ്റി. ഇതും ഒരു ബ്രാൻഡ് തന്നെയാണെന്ന് തോന്നുന്നു. ഇത് നമ്മളെ ഓൺ ബ്രാൻഡാണ്, റിങ്കൽ പറഞ്ഞിട്ട്. അതെ, നിങ്ങളുടെ ഓൺ ബ്രാൻഡ്. അപ്പൊ നിങ്ങളുടെ ഓൺ മാനുഫാക്ചറിങ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഉണ്ട് കേട്ടോ. അപ്പൊ അൺസ്റ്റിച്ചഡിൽ തന്നെ നല്ല നല്ല കുറെ കസ്റ്റമർക്ക് ഇങ്ങനത്തെ പാക്കിംഗ് അവർക്ക് ഇൻ കേസ് സ്റ്റാഫ് ഷോർട്ടേജ് ആണ്, അപ്പോൾ സാധനം നമുക്ക് മടക്കാൻ ആളുണ്ടാവില്ല, അപ്പോൾ അവർ ഇങ്ങനത്തെ പാക്കിംഗ് പ്രിഫർ ചെയ്യും. ഇങ്ങനെ തൂക്കി ഇട്ടാൽ മതിയില്ലേ? ഇപ്പൊ ഇത് ഇങ്ങനെ തൂക്കി ഇട്ടിട്ടുണ്ട് അവരിന് ഇപ്പോൾ റാക്ക് ഉണ്ടാവും, റാക്കിന് ജസ്റ്റ് ഹാങ് ഇറ്റ്. ഓക്കെ. ഓവർ. അപ്പൊ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് കാര്യം കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് തുറന്നിട്ട് അതിന്റെ ടോപ്പും കാണാം. ടോപ്പും ദുപ്പട്ട ബോട്ടം എല്ലാം വിസിബിൾ ആണ്. ഫ്രണ്ട് പോർഷൻ വന്നത് ടോപ്പാണ്, ബാക്ക് പോർഷൻ വന്നത് ദുപ്പട്ടാണ്. ഓക്കെ. മെയിൻ ഹൈലൈറ്റ് ചെയ്യുന്ന ഈ രണ്ട് സാധനമാണ്. ഓക്കെ. അപ്പൊ എല്ലാതും വിസിബിൾ ആണ് ആ ടൈം ടു ടൈമിൽ. എന്ന് വെച്ചാൽ മറ്റേ കടയിലാകുമ്പോൾ മൊത്തം ഇങ്ങനെ വലിച്ച് തുറന്ന് കാണിച്ച് അത് മടക്കി വെച്ച് അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. ഇതാകുമ്പോൾ നമുക്ക് റെഗുലർ വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറേ കളക്ഷൻസ് ആണ്. ഇപ്പൊ ഈ താഴത്ത് കാണുന്നത് മൊത്തം അതിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ഇത് സുർജിത്തില്ലേ? ഇത് സൂര്യജ്യോതി. സൂര്യജ്യോതി. ഓക്കെ. പിന്നെ എവർഗ്രീൻ ഫാബ്രിക് ഇങ്ങനത്തെ കോട്ടൺ പ്രിന്റും ഉണ്ട്, അജ്രക് പ്രിന്റ് വരും, കോട്ടൺ പ്രിന്റും വരും. ഓക്കെ. ഇതൊക്കെ എടുക്കുമ്പോൾ എങ്ങനെയാണ് സെറ്റ് എടുക്കേണ്ടത്? ഇത് ഇങ്ങനെ ഒരു 8 പീസ് 12 പീസ് ഇങ്ങനെ സെറ്റ് ഉണ്ട്. ഇത് സെറ്റ് ആയിട്ട് എടുക്കാം. പക്ഷേ റിപ്പീറ്റ് കളർ ഉണ്ടാവില്ല, മൾട്ടിപ്പിൾ കളേഴ്സ്. ഓക്കെ. ഡിഫറെന്റ് പ്രിന്റ്, ഡിഫറെന്റ് ഡിസൈൻസിൽ. പിന്നെ ഈ ഐറ്റം ഇത് നമ്മൾ റെഡിമെയ്ഡ് ആണ്. റെഡിമെയ്ഡിന് ഇത് വന്നത് 580 റുപ്പീസ് വരും. റെഡിമെയ്ഡ് കുർത്തീസ്. ഓക്കെ. 3 പീസിന്റെ റെഡിമെയ്ഡ് കളക്ഷൻസ് 580 ആണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ്. ഓക്കെ ഓക്കെ. റെഡിമെയ്ഡിൽ കേട്ടോ. അപ്പൊ ഇത് റെഡിമെയ്ഡ് കളക്ഷൻസ് ആണ് ഇത് വരുന്നത്. സൈസ് വന്നത് XL to 4XL വരെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇത് ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ട അങ്ങനെ. ഇതിന്റെ പാക്കിംഗ് ആണ് ഈ കാണുന്ന സിപ്പ് പാക്കിങ്ങിലാണ്, സെപ്പറേറ്റ് ഒരു പാക്കിങ്ങിലാണ് വരുന്നത്. 4-5 ഇത് സൈസസ് അത് അങ്ങനെ സൈസ് ഉണ്ട്. ഇത് എങ്ങനെ ഇപ്പോൾ ഇത് ഒരു സൈസിന് ഒരു പാക്കറ്റ് ആണ്. ഇത് ഇപ്പോ XL ആണ്, ഫുൾ XL ആണ്. പക്ഷേ ഡിഫറെന്റ് പ്രിന്റ് ഉണ്ടാവും, റിപ്പീറ്റ് പ്രിന്റ് ഉണ്ടാവില്ല. ഓക്കെ. ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ. പിന്നെ വരുന്നത് ഇത് വന്നത് ജോർജിറ്റിന്റെ കളക്ഷൻ ആണ്. 3 പീസിന് ജോർജിറ്റ്. ഇത് ഇങ്ങോട്ട് തന്നു. ഇത് 3XL സൈസിന്റെ ആണ്. നമുക്ക് കുർത്തി വരുന്നത് ജോർജറ്റിന്റെ മെറ്റീരിയൽ ആണ്. അതുപോലെ ഫുൾ ഹെവി വർക്ക് കോപ്പറിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ. അല്ല, കോപ്പറിന്റെ ത്രെഡ്, റോസ് ഗോൾഡ്. കോപ്പറിന്റെ ആണ് ത്രെഡ് വർക്ക് വരുന്നത് കേട്ടോ. അതുപോലെ ബോട്ടം വരുന്നുണ്ട്. ഇതിന്റെ കളർ ഓപ്ഷൻസ് ആണ് ഈ കാണുന്നത്. അപ്പൊ റെഡിമെയ്ഡിന്റെയും കളക്ഷൻസ് വരുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 550 580. ഇത് റെഡിമെയ്ഡ് കളക്ഷൻ ആണ്. ഇത് റെഡിമെയ്ഡ് കളക്ഷൻ. കോൺട്രാസ്റ്റ്. ഇത് വിചിത്ര അല്ലേ? വിചിത്ര സിൽക്ക് തുണി, കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയിൽ ഫുൾ ഇങ്ങനെ ചെറിയ ചെറിയ ത്രെഡ് വർക്കിന്റെ വർക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതിലും കളർ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. 4 കളർ. ഇത് സെയിം ഇത് അല്ല, ഇതിപ്പോ 2 കളേഴ്സിനെ ഉണ്ട്. ഇതിന് ഓൺലി 2 കളേഴ്സ്. 1 സൈസ് 2 കളർ. ഓക്കെ. XL 2 കളർ, 2XL 2 കളർ, 3XL 2 കളർ. അങ്ങനെയാണ് എടുക്കേണ്ടത്. ഇതിന് സൈസിന് ഫ്രീഡം ഉണ്ട്. XL വേണോ XL. ചിലത് നമുക്ക് സൈസ് ചൂസ് ചെയ്യാൻ പറ്റും, ചിലത് ചൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അടുത്തത് നോക്കുകയാണെങ്കിൽ ഈ ഒരു വർക്ക് സീക്വൻസ് വർക്കിന്റെ 3 പീസിന്റെ കളക്ഷൻസ് തന്നെയാണ്. ഇതിന് ബോട്ടം നല്ല വർക്ക് വന്നിട്ടുണ്ട്. ടോൺ ടു ടോൺ ആണ് കേട്ടോ കളക്ഷൻ വരുന്നത്. ദുപ്പട്ട ടോൺ ടു ടോണില് അതിൽ ത്രെഡ് വർക്ക് ദുപ്പട്ട ഉണ്ട് ഇതിന്. ഇതാ അതും ത്രെഡ് വർക്കാണ് കേട്ടോ. അതിൽ ഇത്ര കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിൽ ത്രെഡ് വർക്ക് ടോൺ ടു ടോൺ ആണ് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട. അപ്പോൾ ഇങ്ങനെ ഒരുപാട് റെഡിമെയ്ഡിൻ്റെ കളക്ഷൻസ് ഇനി അവിടെ നിന്ന് ഇങ്ങനെ വരികോടി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാകുമ്പോൾ ജോർജറ്റ് ഹാൻഡ് വർക്ക്. ഹാൻഡ് വർക്ക് ടോപ്പ്. പക്ഷെ ഇതിന് ദുപ്പട്ട വരുന്നത് സൂപ്പർ ദുപ്പട്ടാണ്. സൂപ്പറാണ് കേട്ടോ ദുപ്പട്ട. ജക്കാർഡ്, ജോർജറ്റ് ജക്കാർഡ് ദുപ്പട്ട. നേരത്തെ പറഞ്ഞ പോലെ 3D എഫക്റ്റ്. 3D എഫക്റ്റിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. യോക്കിൽ വെച്ചാൽ ഫുൾ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, 2 ഷെയ്ഡ്, 2 കളേഴ്സ് ഉള്ളൂ. മൾട്ടിപ്പിൾ. ഇപ്പോൾ ഒരു സെറ്റിന് 3 സൈസ് ഉണ്ട്.
അപ്പൊ ആ 3 സൈസിന് നമുക്ക് ഇല്ല, നമുക്ക് ഒരു സൈസ് വേണോ എടുക്കാം. എക്സൽ വേണോ എക്സൽ എടുക്കാം, ഡബിൾ എക്സൽ വേണോ ഡബിൾ എക്സൽ. അങ്ങനെ 2 ഷെയ്ഡാണ് ഉണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതിന്റെ ദുപ്പട്ടയാണ് കേട്ടോ. നല്ല ദുപ്പട്ട. ദുപ്പട്ടയും നല്ലതാണ്, സോഫ്റ്റ് മെറ്റീരിയലും ആണ്. നല്ലൊരു പാർട്ടി വെയർ കളക്ഷനിൽ ഇതൊക്കെ പോവാം നമുക്ക്. ഇതാകുമ്പോൾ കോട്ടന് പ്രിന്റ്, കോട്ടന് ഹാൻഡ് വർക്ക്, കോട്ടണില് ഹാൻഡ് വർക്ക് വരുന്നത് അല്ലേ. ഇതിന് ദുപ്പട്ട വന്നത് ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ട വരും. അത് ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ട അങ്ങനെയാണ് കേട്ടോ കളക്ഷൻസ്. 3 പീസിന്റെ മാത്രമേ ഉള്ളൂ, 2 പീസ് ഉള്ളൂ അല്ലേ? ഇല്ല, 3 പീസിന്റെ മാത്രമേ ഉള്ളൂ കേട്ടോ. അതില് ദുപ്പട്ട, പിന്നെ ചിക്കു ദുപ്പട്ട വരും. ദുപ്പട്ട, പിന്നെ അതുപോലെ തന്നെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്, കോൺട്രാസ്റ്റിൽ വരുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇത് കൂടാണ്ട് ഇവിടെ ദുപ്പട്ട സെപ്പറേറ്റ് ആയിട്ട് കിട്ടുമെന്ന് പറയുന്നുണ്ടല്ലോ. 69 അതൊക്കെ ഏത് ഭാഗത്തായിരിക്കണത്? നമുക്ക് ഈ സൈഡാണോ? 69 ദുപ്പട്ട, 69 നിറച്ച് തുണികളാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ദുപ്പട്ട നമുക്ക് കാണിക്കാം. ദുപ്പട്ടയുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് ഫുൾ ദുപ്പട്ടയുടെ കളക്ഷൻസിൻ്റെ ആ ഒരു ഏരിയ ആണ് കേട്ടോ വരുന്നത്. കുറേ ഒക്കെ ഇങ്ങനെ ഞാത്തിയിട്ടിട്ടുണ്ട് മോൾ സൈഡിലൊക്കെ കണ്ടോ. അപ്പോൾ ദുപ്പട്ട എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം? ദുപ്പട്ട ഫ്രീഡം ഓഫ് ചോയ്സ് ആണ്. ഇഷ്ടമുള്ളത് എങ്ങനെ വേണം കളർ എടുക്കാം. ഇതാകുമ്പോൾ ഫുൾ സീക്വൻസ് വർക്ക് ദുപ്പട്ട, വൈറ്റില് സിൽവറില് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ. ഫുൾ കളർ ഉണ്ട്, എല്ലാ കളർ കിട്ടൂല. അപ്പൊ ഈ ഇഷ്ടമുള്ളത് ഒരെണ്ണം 2 പീസ് ആയാലും എടുക്കാല്ലേ. പക്ഷേ അത് കടക്കാർക്കാണ് കേട്ടോ. അത് നമുക്ക് പേഴ്സണൽ യൂസിനല്ല, കിട്ടില്ല, കടക്കാർക്കാണ്. ഇതാണ് നമ്മൾ ടോപ്പ് സെല്ലിംഗ് ഐറ്റം. ഇത് ഭാഗൽപൂർ ദുപ്പട്ട ആണ്. നല്ല ലെങ്ത്തും ഉണ്ട്, ഫുൾ സൈസ് ആണ്. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. അതാണ് ഞാൻ അവിടെ ഇതിന് ബോർഡർ വന്നത് നല്ല സീക്വൻസ് ഉണ്ട്. ബാക്കി പോർഷൻ ഒരു സോഫ്റ്റ് ഫാബ്രിക്. അപ്പൊ എല്ലാ സ്റ്റേറ്റിലത്തെ ദുപ്പട്ട ഇവിടെ വെക്കും. ഭാഗൽപുരി ദുപ്പട്ടയാണ്. അടിപൊളി. അപ്പൊ ഇതിലെ കളർ ഓപ്ഷൻസ് നമുക്ക് ഇങ്ങോട്ട് വരൂ. അപ്പൊ നല്ല നല്ല കളേഴ്സ് ഒക്കെ കാണാം. ദുപ്പട്ടയുടെ ഇതൊക്കെ ഫുൾ ദുപ്പട്ടയുടെ കളേഴ്സ് ആണ്. റെഡ് കളർ, ചിക്കു കളർ, ഫിറോജി ബ്ലൂ. അപ്പൊ അങ്ങനെ കളർ ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഇനി ഇതെന്താ സംഭവം? ഇത് സ്റ്റാർട്ടിംഗ് ആണ്. 69 പറഞ്ഞത് ഇത് സ്റ്റാർട്ടിംഗ് റേഞ്ച് ആണ്. സ്റ്റാർട്ടിംഗ് റേഞ്ച് 69നേക്കാളും കുറവുണ്ട്. സർപ്രൈസ് ആണ്. അപ്പൊ അതിനേക്കാളും കുറവ് റേഞ്ച്, ആ റേഞ്ച് നമ്മൾ പറയുന്നില്ല. അപ്പൊ ഇതാണ് നമുക്ക് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ട എടുക്കുമ്പോൾ നമുക്ക് ഈ ഫുൾ ഇത് എടുക്കാം. ദുപ്പട്ടാണ് ഫുൾ ഫ്രീഡം ആണ്. അത് ഏതെടുത്താലും വേണം 2 പീസ് എടുക്കാം, സിംഗിൾ പീസ് എടുക്കാം. എല്ലാത്തിനും കോമൺ കളർ ആവുമ്പോൾ സെറ്റ് ടു സെറ്റ് എടുത്താൽ നല്ലത്. ഒരു പാക്കറ്റിന് 5 പീസ് വരും. കോമൺ കളർ ബ്ലാക്ക്, വൈറ്റ്, ചിക്കു, അങ്ങനെ നോർമൽ എല്ലായിടത്തും പോണ കളേഴ്സ്, ബേജ് കളർ, ഗോൾഡൻ കളർ, അങ്ങനത്തെ കളേഴ്സ് ഒക്കെ വരുമ്പോൾ അല്ലേ. ഓക്കെ. അപ്പോൾ ഇത് ദുപ്പട്ടാസ്. അപ്പോൾ ഇത് എത്ര റേറ്റ് എന്നുള്ളത് സർപ്രൈസ് ആണ്. അത് കമന്റ് സെക്ഷനിൽ നിങ്ങൾ പറയണം എന്താണ് എന്നുള്ള റേറ്റ്. പിന്നെയും ദുപ്പട്ടയുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നമുക്ക്. ഇതൊക്കെ ഇതൊരു നോർത്ത് സൈഡിന് ഫേമസ് ദുപ്പട്ടാണ്. നേരത്തെ കേരളന് കുറേ ഓടി, കുറച്ച് ഒരു വെറൈറ്റി ഷോളാണ്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഷോളാണ്. നല്ല ലെങ്ത് ആണ്. നല്ല ലെങ്ത് ഉണ്ട്. പിന്നെ കസവ് പോയിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ കസവിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇത് കടക്കാർക്ക് മാത്രമുള്ള സിംഗിൾ നമ്മുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യാന്ന് പറയുന്നത് 1 പീസ് ആയാലും കൊടുക്കും. മറ്റുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് വന്ന് എടുക്കാൻ പറ്റും, മാത്രമേ ഉള്ളൂ. പിന്നെ ദുപ്പട്ടയുടെ വെറൈറ്റീസ് ഇതാ ഇവിടെ ഒന്ന് ഓടിപ്പിച്ച് നോക്കാം നമുക്ക്. ഇതൊക്കെ ദുപ്പട്ടയുടെ കളക്ഷൻസ് ആണ്. എല്ലാതും നമ്മൾ തുറന്ന് കാണിക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ ഫുൾ ദുപ്പട്ട. പിന്നെ ഇവിടെ കുറച്ച് ഞാത്തി ഇട്ടുണ്ട്. അതൊന്നും നമുക്ക് നോക്കാം. അതൊന്നും നമുക്ക് നോക്കിയിട്ട് പോവാം. ഇത് ബാറ്റിക് ഷോൾ. ഇതിന് കുറേ കളേഴ്സ് ഉണ്ട്. കളർ ഓപ്ഷൻസ് കിട്ടുള്ളൂ, ബാക്കി ഫുൾ സ്റ്റോക്ക് ഉണ്ട്. സ്റ്റോക്കും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നത് ബാട്ടിക്കിന്റെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് കണ്ടാൽ നമുക്ക് നന്നായി സെൽഫ് ജക്കാർഡ് ഉണ്ട്. ഫുൾ വീവിംഗ് ആണ് കേട്ടോ. പിന്നെ സബൂരി പ്രിന്റും ഉണ്ട്. നെറ്റിന്റെ ഉണ്ട്, ജോർജറ്റിന്റെ ഉണ്ട്, ഓർഗൻസയുടെ ഉണ്ട്. ഇതൊക്കെ ഭയങ്കര സോഫ്റ്റ്. നേരത്തെ നമ്മൾ കണ്ടത് ഭാഗൽപുരി, ചിക്കു കളർ, ക്രീം കളർ. ഓക്കെ. അപ്പൊ ദുപ്പട്ടയും കളക്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മളെ ഐറ്റം ഇത് ലൂസ് പാന്റ് ആണ്. ഓക്കെ. ഇതിന് നമുക്ക് സ്റ്റാർട്ടിംഗ് സൈസ് വന്നത് XL to 4XL വരെ സൈസ് ഉണ്ട്. XL to 4XL വരെ ബോട്ടം വെയറിൽ അവൈലബിൾ ആണ്. ഇതിന് ഇരിക്കുന്ന കളറാണ് ഇത്. ഫുൾ കളറാണ് ഇവിടെ ഇരിക്കണത്, അടിയിൽ ഇരിക്കണത് അല്ലേ. ഓക്കെ.
അപ്പോൾ ബോട്ടം വെയറിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് പറയാൻ പറ്റുമോ? 106 106 രൂപ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. ഇത് സൈഡ് പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. വൺ സൈഡ് പോക്കറ്റ് ഉണ്ട്, വൺ സൈഡ് പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ബോട്ടം വെയറിന്റെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളവരൊക്കെ അവർ വീഡിയോ കോൾ ചെയ്തിട്ട് അവർ കണ്ടോട്ടെ. അപ്പോൾ ഇനി ഞാൻ പോവാം, ബാക്കിയുള്ളത് അവർ കണ്ടോട്ടെ. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമുക്ക് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 225 ആണ്. അതേപോലെ തന്നെ നമുക്ക് ബോട്ടം വെയർ വരുന്നത് സ്റ്റാർട്ടിംഗ് റേറ്റ് 106 ആണ്. അതുപോലെ ദുപ്പട്ട വരുന്നത് 69 ആണ് നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. പിന്നെ ഇത് കൂടാണ്ട് റെഡിമെയ്ഡ് കളക്ഷൻസ് 580 ആണ് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ റേറ്റ് എപ്പോഴും ഉണ്ടാവില്ല, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതുപോലെ എപ്പോഴും കളക്ഷൻസ് ഒക്കെ വ്യത്യാസം ആയിക്കൊണ്ടിരിക്കും. എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യും, ഡെയിലി നമ്മൾ പുതിയ സ്റ്റോക്ക് റീഫിൽ ചെയ്യും. അതെ, പുതിയ കളക്ഷൻസ്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജോ അല്ലെങ്കിൽ ഓൺലി വാട്സപ്പ് ആണ്, വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട് അല്ലേ? അപ്പൊ ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ട് സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ട് ആ നമ്പറിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് പറയാ എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. അല്ലാണ്ട് കമന്റ് സെക്ഷനിൽ പറഞ്ഞിട്ട് എന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും കാണാൻ പോണില്ല, ഞാൻ മാത്രമേ കാണുള്ളൂ, അവർ കാണില്ല. അപ്പൊ ഡയറക്റ്റ് അവർക്ക് വിളിച്ച് പറയുകയാണെങ്കിൽ ഉപകാരമായി. അപ്പൊ അവർ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ അവിടെ നിന്ന് നമുക്ക് പുതിയ കളക്ഷൻസ് ഒക്കെ അപ്ഡേറ്റ് കണ്ടുകൊണ്ടിരിക്കാം. സൺഡേ ഓഫ് ആയിരിക്കും അല്ലേ? സൺഡേ ഓഫ്, ഒരു ദിവസം ഉറങ്ങേണ്ട സമയമാണ്. അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ഫോൺ കുറേ നേരമായി വന്നുകൊണ്ടിരിക്കുകയാണ്, കസ്റ്റമേഴ്സിൻ്റെ കോൾസ് ആണ്. ഇനിയെങ്കിലും ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞ എന്നോട്. അപ്പോൾ ഞാൻ പോവാം ഇവിടുന്ന്. ഓക്കെ, ബൈ.